പത്തരമാറ്റ് സീരിയലിന്റെ തമിഴ് റീമേക്ക് ആയിട്ടുള്ള ആഹാ കല്യാണത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ അനിക്ക് സ്വന്തം രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. നന്ദുവിനെ സ്നേഹിക്കുന്നതിന് മുൻപ് അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അനിയുടെ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു പിറക്കുന്നുണ്ട്. എന്തോ ഒരു ചതിയിലൂടെ ആയിരിക്കട്ടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അനിയുടെ സ്വബോധത്തോടു കൂടിയല്ല അനിയെ മയക്കി കടത്തിക്കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയില്ല. അങ്ങനെ ആ കുഞ്ഞ് അനിയെ തേടിക്കൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്ന ഒരു സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. അനിയുടെ കുഞ്ഞിനെ കൊണ്ട് തന്നെ ആ കുട്ടിയുടെ മുതുമുത്തശ്ശൻ, അതായത് അമ്മയുടെ മുത്തശ്ശൻ, ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. ആ ആശ്രമത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ അനാഥ കുഞ്ഞുങ്ങളെ മാത്രമേ അവിടെ നോക്കുകയുള്ളൂ. അങ്ങനെ മുതുമുത്തശ്ശി ചെന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ചുമതലയേൽക്കുന്ന ഡോക്ടറോട് പറഞ്ഞിട്ട്, മാഡം എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം. ഇവളുടെ അമ്മ എങ്ങോട്ടേക്കോ ഓടിപ്പോയി, സമനില തെറ്റിയാണ് അവൾ ഓടിപ്പോയിരിക്കുന്നത്. മാത്രമല്ല ഇവളെ നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്റെ ശരീരത്തിനോ ആരോഗ്യത്തിനോ ഇവളെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാഡം എങ്ങനെയെങ്കിലും ഇവളെ ഏറ്റെടുക്കണം, എന്നിട്ട് ഇവളുടെ അച്ഛന്റെ അടുത്ത് എത്തിക്കണം എന്നൊക്കെ പറയുന്നിട്ട് മുതുമുത്തശ്ശൻ. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, സോറി മുത്തശ്ശ, ഇവിടെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊന്നുമല്ല എടുത്തു വളർത്തുന്നത്. ഇവിടെ ആരുമില്ലാത്ത അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ ഞങ്ങൾ വളർത്താറുള്ളൂ. ഇവൾക്കിപ്പത് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ദേ മുത്തശ്ശനുമുണ്ട്. നിങ്ങളെല്ലാവരും അവകാശികളായുള്ള സമയത്ത് ഞാൻ എങ്ങനെയാ ഇവിടെ സ്വീകരിക്കുന്നത്? ഇവിടുത്തെ റൂൾ അനുസരിച്ച് കൊണ്ടതിന് ഒരിക്കലും ഈ കുട്ടിയെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാട്ടോ. അപ്പൊ മുത്തശ്ശൻ വീണ്ടും ഡോക്ടറോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ അച്ഛൻ ഒരിക്കലും ഇവളെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവളുടെ അമ്മയാണെങ്കിൽ മനോനില തെറ്റി എങ്ങോട്ടേക്കോ ഓടിപ്പോയി. ഇവളുടെ അച്ഛനെ കാത്തിരുന്നാണ് എന്റെ കുഞ്ഞിന്റെ മനോനില തെറ്റിയത്. എന്റെ മകളുടെ മകളാണ് ഇവൾ. അപ്പോ ഒന്ന് ഓർത്തു നോക്കിയേ എന്റെ പ്രായം. ഈ പ്രായത്തിൽ എന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് പോലും മാഡത്തിന് സങ്കടം വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ മുതുമുത്തശ്ശൻ. ഞാൻ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഈ പെൺകുഞ്ഞിനെ സംരക്ഷിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറയാട്ടോ. ഇവളുടെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിക്കാനെങ്കിലും മാഡം എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറയും. അപ്പൊ മാഡം ചോദിക്കുന്നത്, അല്ല ഇവളുടെ അച്ഛന്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയില്ലേ, അപ്പോ ഇവളുടെ അച്ഛൻ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ മുത്തശ്ശൻ പറയുന്നത്, ഞാൻ അവിടെയൊക്കെ പോയിരുന്നു മാഡം, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. മൂർത്തി ജ്വല്ലറിയുടെ ഉടമയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ പറയൂട്ടോ മുത്തശ്ശൻ. പക്ഷെ അവരൊരിക്കലും ഈ കുഞ്ഞിനെ സ്വീകരിക്കാനൊന്നും തയ്യാറല്ല. ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു. പക്ഷെ അയാൾക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ താല്പര്യമില്ല. അയാളുടെ വിവാഹം മറ്റൊരു സ്ത്രീയുമായിട്ട് കഴിഞ്ഞു എന്നും അയാൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എന്നൊക്കെ പറയും. മറ്റൊരാൾ വഴിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം വരും. കാരണം യാതൊരു കാരണവുമില്ലാതെ അയാളുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണല്ലോ. ഈ മാഡത്തിനാണെങ്കിൽ മൂർത്തി ജ്വല്ലറിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാം. പക്ഷെ അതൊരിക്കലും ഈ കുട്ടിനെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടല്ല. മൂർത്തി ജ്വല്ലറിയിലെ ആരാണോ ഇവളുടെ അച്ഛൻ, ആ അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. അങ്ങനെ മുത്തശ്ശന്റെ കയ്യിൽ നിന്നും ആ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഡോക്ടർ നേരെ ചെല്ലുന്നത് അനന്തപുരി തറവാട്ടിലേക്കായിരിക്കും. അനന്തപുരി തറവാട്ടിലേക്ക് ചെന്നിട്ട് ആ ഒരു കുഞ്ഞിനെ നിർത്തിക്കൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരോ ആണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ, അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവും. എന്നാൽ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ എല്ലാവരും സംശയിക്കുന്നത് ആദർശിനെ ആയിരിക്കും. കാരണം ആദർശാണല്ലോ മൂർത്തി ജ്വല്ലറിയിലെ MD. എന്നാൽ ഈ സത്യമെല്ലാം തന്നെ ആദർശ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, സ്വന്തം ജീവിതത്തെക്കാൾ പ്രാധാന്യമാണല്ലോ അനിയുടെ ജീവിതം ആദർശിനെ. അതുകൊണ്ട് തന്നെ അനിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് ആദർശ്. പിന്നീട് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആദർശാണ് എന്ന രീതിയിൽ അനന്തപുരിയിൽ വെച്ച് ഒരുപാടധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നയനക്കിത് ഒട്ടും തന്നെ സഹിക്കാനും അംഗീകരിക്കാനും കഴിയാതെ നയന വീട് വിട്ട് ഇറങ്ങി പോകുന്ന ഭയങ്കര രീതിയിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട് ആദർശനും നയനക്കും ഇടയിൽ. ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം നയന്റെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇറങ്ങിയതോടുകൂടെ തന്നെ അനന്തപുരിയിലെ എല്ലാവരും ആദർശിനെ മാത്രമായിരിക്കട്ടോ കുറ്റം പറയുന്നത്. എന്നാൽ തന്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം, ആ ഒരു സ്ത്രീ ആരായിരിക്കും, ഈ കുഞ്ഞിന്റെ അമ്മ ആരായിരിക്കും എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നയനയും നവ്യയും പുറപ്പെടുന്നുണ്ട്. എത്രയൊക്കെ തന്നെ പറഞ്ഞാലും നയനക്കറിയാം ഈ കുഞ്ഞിന്റെ അച്ഛൻ ഒരിക്കലും ആദർശേട്ടനായിരിക്കില്ലെന്ന്. ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനൊരു ചതി പറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസം നയനക്കുണ്ട്. പക്ഷേ ആദർശാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്നങ്ങ് സമ്മതിച്ചു പറയും. കാരണം ആദർശിനറിയാം അനി തന്നെയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന കാര്യം. അനിയെ സേഫാക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടോ ആ ഒരു കുഞ്ഞിന്റെ പിതൃത്വം ആദർശ് ഏറ്റെടുക്കുന്നത്. ഈ കുഞ്ഞിന്റെ പേരിൽ അനന്തപുരിയിൽ വെച്ച് വലിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കട്ടോ ആദർശ് ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് സമർത്ഥിക്കുന്നത്. പിന്നീട് അങ്ങനെ എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിച്ചറിയണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നയനയും നവ്യയും നേരെ ഈ കുഞ്ഞിന്റെ നാട്ടിലേക്ക് പോവാണ്. ഈ കുഞ്ഞിന്റെ നാട്ടിൽ ചെന്ന് പോയിട്ട് ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിന്റെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലെ മരിച്ചവരാണ്. മുത്തശ്ശന്റെ കൂടെ നിന്നിട്ടായിരിക്കട്ടെ ആ കുഞ്ഞിന്റെ അമ്മ വളർന്നത് എന്നെല്ലാം തന്നെ നയന മനസ്സിലാക്കും. ആ കുഞ്ഞിന്റെ അമ്മയുടെ പേര് മല്ലി എന്നായിരുന്നു. മല്ലി അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുമായിരുന്നു. അന്നേരം തന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിരുന്നു. ചെറുപ്പം മുതലേ മുത്തശ്ശന്റെ കൂടെ നിന്നിട്ടാണ് മല്ലി വളർന്നത് എന്ന കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കും. മല്ലി അങ്ങനെ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മല്ലിക്ക് ഒരു ഉറ്റ കൂട്ടുകാരി ഉണ്ടായിരുന്നു.
ആ ഒരു കൂട്ടുകാരെ തേടി പിടിക്കാട്ടോ നയനയും നവ്യയും അവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മല്ലിയെ പറ്റിയിട്ട് ഒരുപാട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് തേടിക്കൊണ്ട് തന്നെ ആ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നും മുത്തശ്ശനിൽ നിന്ന് ഒരുപാട് സത്യങ്ങളെല്ലാം തന്നെ ആദർശ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ നവ്യയും നയനയും അറിയും. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവാണ് ആദർശേട്ടൻ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന്. അതായത് ആദർശ് ആദ്യം തന്നെ ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ആശ്രമത്തിൽ ചെന്നുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് നിന്ന് കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞുമായി വന്നുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്നൊന്നും എനിക്കറിയില്ല. മൂർത്തി ജ്വല്ലറിയുടെ ഓണറാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഈ കുഞ്ഞിനെ എനിക്ക് ഏൽപ്പിച്ചത് ഈ കുഞ്ഞിന്റെ മുതുമുത്തശ്ശനാണ് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കൊണ്ട് തന്നെ ആദർശ് ആ ഒരു മുതുമുത്തശ്ശനെ പോയി കാണുന്നൊക്കെയുണ്ട്. അപ്പോഴേക്കും ആ മുത്തശ്ശൻ വയ്യാതെ കിടപ്പിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദർശ് ആ മുത്തശ്ശനെ തേടി പിടിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്തിന് മുതുമുത്തശ്ശൻ ആദർശനെ എങ്ങനെ തെറ്റിദ്ധരിക്കാണ്. ആ കുഞ്ഞിന്റെ അച്ഛൻ ആദർശാണെന്ന രീതിയിലായിരിക്കട്ടോ മുത്തശ്ശൻ ആദർശനോട് സംസാരിച്ചത്. മോനെ, നീ എന്റെ മോളെ നന്നായിട്ട് നോക്കണം. ഇത്ര കാലത്തിന് ശേഷമാണെങ്കിലും മോൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അനന്തപുരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അനിയുടെ അച്ഛനെ ആയിരിക്കട്ടെ മുത്തശ്ശൻ കണ്ടിരിക്കുന്നത്. എന്നിട്ട് അനിയുടെ അച്ഛൻ അജയന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അജയൻ എന്നോട് പറഞ്ഞു മോന്റെ കല്യാണം മറ്റൊരു സ്ത്രീയുമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുഞ്ഞിനോട് താല്പര്യമില്ല എന്നാണ് അജയൻ എന്നോട് പറഞ്ഞത്. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. എന്നാൽ അനിയുടെ അച്ഛൻ അജയൻ ഇതെല്ലാം മനസ്സിലാക്കിയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആദർശ് ആകെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട്, എന്തൊക്കെ തന്നെ വന്നാലും നീ എന്റെ കുഞ്ഞിനെ നോക്കണം, എന്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശിന്റെ കയ്യിൽ നിന്ന് മുത്തശ്ശൻ സത്യം വാങ്ങിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം ആ ഒരു മുത്തശ്ശൻ മരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ മുത്തശ്ശന് കൊടുത്ത ആ ഒരു വാക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കട്ടെ ഈ കുഞ്ഞിന്റെ പിതൃത്വമെല്ലാം തന്നെ ആദർശ് ഏറ്റെടുത്തിട്ട് കൊണ്ട് തന്നെ ആരോടും ഈ ഒരു സത്യമെല്ലാം തന്നെ തുറന്നു പറയാത്തത്. ആ കുഞ്ഞിനെ എന്തായാലും താൻ നോക്കിക്കൊള്ളണം. ആദ്യം അത് അനിയുടെ കുഞ്ഞാണ് എന്ന കാര്യമൊന്നും ആദർശിന് അറിയില്ലായിരുന്നു. പിന്നീട് ആദർശ് അത് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്, അത് അനിയുടെ കുഞ്ഞാണ് എന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ അനിയുടെ കുഞ്ഞാണ് ഈ സത്യം എന്നെങ്ങാനും അനന്തപുരിയിലല്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ എല്ലാവരും ഉപേക്ഷിക്കുമോ, അതുകൊണ്ട് തന്നെ താൻ മുത്തശ്ശന് കൊടുത്ത ആ ഒരു സത്യം പാഴായി പോകുമോ എന്നൊക്കെ ഒരു ടെൻഷനായിരിക്കട്ടെ ആദർശിനെ. അതുമാത്രമല്ല അനിക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നു എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ അത് വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും. അങ്ങനെ നവ്യയും നയനയും അന്വേഷണത്തിനൊടുവിൽ തന്നെ ഈ സത്യങ്ങളെല്ലാം തന്നെ അവരെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ജലജയും അഭിയും ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്നുണ്ട്. മല്ലിയുടെ ചേട്ടൻ ഒരു ഗുണ്ടയാണ്. നയനയോടും നവ്യയോടും ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്ന മല്ലിയുടെ ചേട്ടൻ ഒരു ഗുണ്ടയായിരുന്നു. അങ്ങനെ അഭി ആ ഒരു ഗുണ്ടയുടെ അടുത്ത് ചെന്നുകൊണ്ട് തന്നെ നവ്യയുടെ നയനയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇവരിങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് ഇവരെവിടെ പൂട്ടിയിടണം, ഇവരിനി ഒരിക്കലും ലോകം കാണരുത്, ഇവരെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം എന്നൊക്കെ പറയുന്നുട്ടോ അഭി. എന്നിട്ട് പറയുന്നത്, ആദർശിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആദർശാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന് നിന്റെ അനിയത്തിയെ കൊണ്ട് നീ പറയിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഗുണ്ട അതിനൊക്കെ സമ്മതിക്കാണ്. അത്രമാത്രം പണം തരാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കട്ടോ അല്ലിയുടെ ഏട്ടൻ ആ ഒരു ഗുണ്ട അതിനെല്ലാം തന്നെ സമ്മതിക്കുന്നത്. അങ്ങനെ അഭി പറഞ്ഞതനുസരിച്ചിട്ട് പണത്തിന് വേണ്ടിയിട്ട് നവ്യയും നയനയും അവിടെ നിന്ന് പൂട്ടിയിടാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഗുണ്ട. എന്നാൽ സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം ആദർശ് വന്നിട്ടായിരിക്കും അവരെ രണ്ടുപേരെയും രക്ഷിക്കുന്നത്. അങ്ങനെ സത്യമെല്ലാം തന്നെ ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് നയനയും നവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് ആ ഗുണ്ട ആദർശിനെയും അവിടെ അങ്ങ് പൂട്ടിയിടും. എന്നാൽ ആദർശിനെ ഇവര് പൂട്ടിയിട്ടു എന്ന കാര്യമൊന്നും മനസ്സിലാക്കാതെ തന്നെ ജലജയും അഭി ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്, ഏതായാലും സത്യമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കുഞ്ഞിന്റെ നാട്ടിലേക്കൊന്ന് പോവാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സത്യം എല്ലാവർക്കും ബോധ്യപ്പെടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടായിരിക്കട്ടെ ജലജയും അഭിയും അങ്ങോട്ടേക്ക് പോകുന്നത്. മുത്തശ്ശനും മുത്തശ്ശൻ ദേവേനയും അനിയുടെ അമ്മയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴായിരിക്കട്ടെ ആദർശ് അപകടത്തിലായി എന്ന കാര്യങ്ങളെല്ലാം തന്നെ അനി അറിയുന്നത്. ഈ സത്യങ്ങളെല്ലാം തന്നെ അനി അഭിയോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് ചേട്ടനെ രക്ഷിക്കണം, ആദർശേട്ടനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനി നേരെ ആ ഒരു ഗോഡൌണിലേക്ക് അഭിയെ കൂട്ടിക്കൊണ്ട് പോവാൻ നോക്കുന്ന സമയത്തും അനി എങ്ങനെയെങ്കിലും തിരിച്ചു വിടാനാട്ടോ അഭി നോക്കുന്നത്. അഭി പറയുന്നുണ്ട്, അനി ഇതൊരു വലിയ ബംഗ്ലാവാണ്, നമ്മൾ എങ്ങാനും ഇതിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനങ്ങ് അകപ്പെടും, നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനിയെ പേടിപ്പിച്ചിട്ട് തിരിച്ചു വിടാനൊക്കെ നോക്കുന്നുണ്ട് അഭി. എന്നാൽ അഭിയുടെ വാക്കൊന്നും തന്നെ അനി മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അനിയുടെ മനസ്സിലാവട്ടെ എങ്ങനെയെങ്കിലും ആദർശിനെ രക്ഷിക്കണമെന്ന് മാത്രമായിരിക്കും. അങ്ങനെ അഭി തിരിഞ്ഞ് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടെങ്കിലും അനി മാത്രമായിട്ട് ചെന്നിട്ട് ആദർശിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നയനയും നവ്യയും എവിടെയാണ് എന്ന കാര്യങ്ങളൊന്നും തന്നെ ആദർശിന് അറിയില്ല. ഓരോ റൂമിലായിട്ട് ഇവരെങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ടാവും, എന്നിട്ട് ഓരോ റൂമായിട്ട് ഇങ്ങനെ തട്ടി തുറന്നു നോക്കുന്നൊക്കെയുണ്ട്. എന്നാൽ ആ ഗുണ്ട നവ്യയും നയനയും അവിടെ അങ്ങനെ മയക്കി കിടത്തിയത് കൊണ്ട് തന്നെ അവർക്കൊന്നും ബോധമില്ലായിരുന്നു. അങ്ങനെ ഓരോ റൂമുകളായിട്ട് ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്തിന് അവിടെ ഒരു ഗുണ്ട നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഗുണ്ടയെ കണ്ട ഉടനെ തന്നെ ആദർശ് ചെന്നിട്ട് അയാളെ അടിച്ചിടിച്ച് ഒതുക്കിക്കൊണ്ട് തന്നെ നവ്യയും നയനയും എവിടെയുണ്ട് എന്ന കാര്യം അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ ആദർശ് ചെന്നിട്ട് നയനയും നവ്യയും രക്ഷിക്കുന്നുണ്ട്. നവ്യ ചെന്നിട്ട് ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട്, എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് എന്ന് പോലും നോക്കാതെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാഹസമെല്ലാം തന്നെ ചെയ്തത്.
നിങ്ങളുടെ മനസ്സിൽ എല്ലാ സത്യങ്ങളും ഉണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ സത്യം എല്ലാവരോടായിട്ട് തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കും. അങ്ങനെ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ആദർശ് ഇനി എല്ലാവരുടെ സത്യം പറയാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ പറയാൻ തുടങ്ങുന്ന സമയത്തായിരിക്കട്ടോ ആ ഒരു ഗുണ്ടയും മല്ലിയുടെ ഫ്രണ്ട് കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഗുണ്ട വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ആദർശിനെ അങ്ങ് വിശുദ്ധനാക്കാൻ നോക്കുവാണോ? ഇയാൾ ഒറ്റൊരുത്തനാണ് ആ കുഞ്ഞിനെ ചതിച്ചത്. ഇയാൾ മാത്രമാണ് ആ കുഞ്ഞിനെ അനാഥയാക്കി ഇവിടെ നിന്നും ഓടിപ്പോയത്. നിങ്ങൾ കാരണം മാത്രമാണ് ആ കുഞ്ഞിന്റെ അമ്മ എങ്ങോട്ടേക്ക് ഓടിപ്പോയത്, എന്നിട്ട് എവിടെ പോയി മരിച്ചത് എന്നൊക്കെ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും. നീ സത്യം പറയാന്ന് ആ ഗുണ്ട മല്ലിയുടെ ഫ്രണ്ടിനോട് പറയുന്ന സമയത്തിന് ആ ഫ്രണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലെയുള്ള സത്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്റെ മല്ലിയുടെ കുഞ്ഞിനോട് ദ്രോഹം ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഇനി നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല എന്ന് ആ ഗുണ്ടയോട് പറഞ്ഞുകൊണ്ട് തന്നെ മല്ലിയുടെ ഫ്രണ്ട് സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയും. ഈ കുഞ്ഞിന്റെ അച്ഛൻ അനിരുദ്ധാണ് എന്ന് പറയട്ടെ മല്ലിയുടെ ഫ്രണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് അനി പോലും ആകങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട് അനി. ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ഇങ്ങനെ ഞെട്ടലോടെ കേട്ട് നിൽക്കുമായിരിക്കും. കാരണം അനന്തപുരിയിൽ അനിയുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അനി എന്ന പേര് ആരും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. അനിയുടെ പേര് കേൾക്കുന്ന സമയത്തിന് അനാമികയും ജലജയ്ക്ക് അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോ മല്ലിയുടെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അനി കോളേജിൽ പഠിക്കുന്ന സമയത്തന്നെ അനിയും അനിയുടെ ഫ്രണ്ടും കൂടി ഇവരുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് താമസിച്ചിരുന്ന ഹോട്ടലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവരോട് ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യണമെന്ന് ഹോട്ടൽ ഉടമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നായിരുന്നു. ഈ ഹോട്ടലിൽ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹോട്ടൽ ഉടമ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അനിയുടെ കൂട്ടുകാരെല്ലാം തന്നെ ചേർന്ന് അനിയെ അവിടെ തരിച്ചാക്കി. അനീനെ മാത്രം ആ റൂമിൽ ഇട്ടുകൊണ്ട് തന്നെ ബാഗും പേഴ്സുമായിട്ട് അവരെങ്ങോട്ടേക്കോ ഓടി രക്ഷപ്പെട്ടു. അവർ പഠിക്കുന്ന സമയത്ത് വെറും ഒരു കളിതമാശയായിട്ട് മാത്രമാണ് അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അനി മയങ്ങിക്കിടക്കുന്ന ആ ഒരു സമയത്തായിരുന്നു മല്ലി ഭക്ഷണവുമായിട്ട് അനിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നും അനിയെ കാണുന്നത് കൊണ്ട് തന്നെ മല്ലിയുടെ മനസ്സിൽ അനിയോടൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ അനിക്കറിയില്ലായിരുന്നു. അനി ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്തൊക്കെ മല്ലിയോട് വളരെയധികം സ്നേഹത്തോടു കൂടിയായിരുന്നു സംസാരിച്ചിരുന്നത്. ആരുമില്ലാത്ത മല്ലിക്ക് അനിയുടെ സ്നേഹമെല്ലാം കാണുന്ന സമയത്തന്നെ അത് പ്രണയമാണോ എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് മല്ലി ഭക്ഷണവുമായിട്ട് അനിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്തന്നെ അനി വളരെ മോശം രീതിയിൽ തന്നെ മല്ലിയോട് പെരുമാറി. പക്ഷെ ആ സമയത്ത് അനി മയക്കത്തിലാണ് എന്ന കാര്യമൊന്നും തന്നെ മല്ലിക്കറിയില്ലായിരുന്നു. അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അനി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് മല്ലി വിചാരിച്ചത് എന്നൊക്കെ പറയും. പിറ്റേ ദിവസവും ആ ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഹോട്ടൽ ഉടമ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അനിയുടെ കൂട്ടുകാരെല്ലാം വന്ന് അനിയെയും അവിടെ നിന്നങ്ങ് കൊണ്ടുപോകും. പിറ്റേ ദിവസമായ സമയത്തിന് മല്ലി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അനിയോട് പറയാൻ പോകുമ്പോഴേക്കും അനി അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അനിയുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അനി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്ന് ഹോട്ടൽ ഉടമ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയാട്ടോ മല്ലിയുടെ ഫ്രണ്ട്. അനി ആ ഒരു മയക്കുമരുന്നെല്ലാം കഴിച്ച് ഒട്ടും ബോധമില്ലാതെ റൂമിന്റെ വെളിയിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഹോട്ടൽ ഉടമ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ കൂട്ടുകാർ അവിടെ നിന്നും അനിയെ കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെയാണ് സർ ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഒരിക്കലും അനി ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. അനി ഇതൊരിക്കലും ഇഷ്ടത്തോടു കൂടി ചെയ്തതല്ല. അനി ഒട്ടും ബോധമില്ലാതെ അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ എനിക്കന്ന് മനസ്സിലായിരുന്നു. പിന്നീട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മല്ലി പ്രഗ്നന്റ് ആവുകയും അതറിഞ്ഞ് ഞാൻ ഒരു കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടൊക്കെ മല്ലിയോട് പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് ആരുമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ദൈവം തന്ന സമ്മാനമാണ് ഈ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മല്ലി ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുമായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു വീണപ്പോഴേക്കും എല്ലാവരും ചേർന്ന് മല്ലിയെ കുറ്റപ്പെടുത്താനും കളിയാക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇതിന്റെ പേരിൽ അവളുടെ സമനില പോലും തെറ്റാൻ തുടങ്ങി. അങ്ങനെ കളിയാക്കലൊന്നും സഹിക്കാൻ കഴിയാതെ അവൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോവാണ്, അനിയെ തേടി പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഭ്രാന്തിയെ പോലെ എങ്ങോട്ടേക്കോ അലഞ്ഞു തിരിഞ്ഞങ്ങ് പോയി എന്നൊക്കെ പറയും. ആ ഒരു പോക്കോട് കൂടെ തന്നെ പിന്നെ ഞങ്ങൾ ആരും തന്നെ മല്ലിയെ കണ്ടിട്ടില്ല. അതാണ് സത്യം. എന്താണെങ്കിലും ഈ ഒരു പ്രവൃത്തിയിൽ ഒരിക്കലും അനിയെ കുറ്റം പറയാൻ പറ്റില്ല. അനി സ്വബോധത്തോടു കൂടെയല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അനിയെ ഇതിന് കുറ്റം പറയില്ല. പക്ഷേ എന്റെ മല്ലി അതെനിക്ക് എന്നും ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്നൊക്കെ പറയട്ടെ മല്ലിയുടെ ഫ്രണ്ട്. എന്നാൽ മല്ലിയുടെ ഫ്രണ്ടിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ അനന്തപുരിയിൽ എല്ലാവരും ആകങ്ങനെ ഷോക്കേറ്റ് പോലെ നിൽക്കുകയാണ്. ഒരിക്കലും ഈ പ്രവൃത്തിയിൽ ഒരിക്കലും അനിയെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അനി ഒരിക്കലും ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല എന്ന കാര്യം എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അനിയുടെ കൂട്ടുകാർ അനിയെ ചതിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നറിഞ്ഞതോടുകൂടെ തന്നെ പിന്നീട് അങ്ങനെ അനാമിക ഒത്തിരിയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡെല്ലാം തന്നെ മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും ദേവേനെ നയനെ നല്ല കൂട്ടായിരിക്കും. ആദർശിന്റെയും നയനയുടെയും വെഡിങ് ആനിവേഴ്സറി അന്നായിരിക്കട്ടോ ഈ ഒരു കുഞ്ഞിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തന്നെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞാണിത് എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ പൊക്കിപ്പിടിച്ച് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നതോടുകൂടെ തന്നെ അവിടെ ഒത്തിരിയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആദർശുമായി പിണങ്ങി നയന തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതോടുകൂടെ തന്നെ ദേവേനെ ആയിരിക്കട്ടെ നയനക്ക് കട്ട സപ്പോർട്ടായിട്ട് തന്നെ കൂടെ നിൽക്കുന്നത്. നയന തിരിച്ച് പിണങ്ങി തന്റെ വീട്ടിലേക്ക് പോയെങ്കിലും എപ്പോഴും ദേവേനെ നയനെ കാണാൻ ചെല്ലുകയും അങ്ങനെ ആദർശ് ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ എതിർത്തിട്ടാണെങ്കിലും നയനെ എങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ദേവയാനി. പിന്നീട് അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നയനെ പോലും ആദർശിനോട് മാപ്പ് പറയുന്നുണ്ട്.
അങ്ങനെ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.